ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എല്ലാവർക്കും ഒരേപോലെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്നാൽ കുറച്ച് പേര് നല്ല പ്രൊഡക്റ്റീവായ രീതിയിൽ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റ് ചിലർ ലേസിനെസ് കൊണ്ടും അല്ലെങ്കിൽ മറ്റൊരു റീസൺ കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ആ ഒരു 24 മണിക്കൂറിനെ കുറിച്ച് പിന്നീട് ആലോചിക്കുന്ന സമയത്ത് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു റിഗ്രറ്റ് ഉണ്ടാവുക അല്ലേ? ഞാൻ ഈ ഒരു ദിവസത്തിൽ എന്ത് ചെയ്തു എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉപകാരം ഉണ്ടാവുന്ന രീതിയിലേക്ക്, എനിക്കും എൻ്റെ ഫാമിലിക്കും ഉപകാരം ഉണ്ടാവുന്ന രീതിയിലേക്ക് ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ള കുറ്റബോധം ചിലർക്കെങ്കിലും ഉണ്ടാവാം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും 24 മണിക്കൂറാണെങ്കിലും ആ ഒരു 24 മണിക്കൂർ നമ്മൾ ഏത് രീതിയിലേക്ക്, എന്ത് രീതിയിലേക്ക്, എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. റൊട്ടീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ ആയിരിക്കില്ല നിങ്ങളുടേതായിരിക്കില്ല വേറൊരാളുടേത് അല്ലേ? സോ റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കിടക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക, ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, അതിൽ ഏതൊക്കെയായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയായിരുന്നു വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് വേസ്റ്റായി പോകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റയിലാണെങ്കിലും FBയിലാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് സമയം അതിലേക്ക് പോവുക അല്ലേ? പിന്നീട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തതെന്ന് അറിയാതെ വെറുതെ സമയം പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? അതന്നെ ആയിരിക്കും ആ ഒരു പിന്നീട് നമ്മളെ റിഗ്രറ്റിലേക്ക്, അല്ലെങ്കിൽ വെറുതെ എൻ്റെ സമയം ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നല്ലോ, അതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധമൊക്കെ പിന്നീട് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഉപകരിക്കപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ഡെയിലി റുട്ടീന് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്യുക. നിങ്ങളുടെ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എന്തൊക്കെ എനിക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിലേക്ക്, പ്രൊഡക്റ്റീവായ രീതിയിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചിലവഴിച്ചു, അല്ലെങ്കിൽ ഒന്ന് അനാലിസിസ് ചെയ്യുക. അപ്പോൾ മനസ്സിലാവും, മേ ബി സ്ക്രീൻ ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അത്രത്തോളം ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. സോ അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക, എൻ്റെ നാളത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, 24 മണിക്കൂറിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഈ നോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു റുട്ടീൻ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എൻ്റെ ദിവസം പോവേണ്ടതെന്നുള്ള കാര്യം. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ, മേ ബി നിങ്ങൾക്ക് എല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലെങ്കിൽ കൂടിയും നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ തൃപ്തിപ്പെടുക. ഓക്കെ, ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടി നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുക. എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തല്ലോ, അതൊരു വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ചിന്തയാണ്, എനിക്കത് കഴിഞ്ഞില്ലല്ലോ, ഞാനത് ചെയ്തില്ലല്ലോ, എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, അത് ഞാൻ വേസ്റ്റായി പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് അത് ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ചിന്ത മതിയാവും. എന്നെ കൊണ്ട് സാധിച്ചല്ലോ, ഞാനത് ചെയ്തല്ലോ അല്ലെ, അത് നിങ്ങളെ കൊണ്ട് സാധിച്ചല്ലോ, അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? ആ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു തോട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്.